വേണ്ടി, കർത്താവിൻ ദാസനായ എളിയവന് വേണ്ടി, വചനം സംസാരിച്ച കർത്തൃത്വത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് വ്യക്തമായുള്ള പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമായിരിക്കുന്നു. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷയിൽ വേണ്ടതാകുന്ന ദൈവിക പരിജ്ഞാനം പരിശോധിക്കാവിന്റെ കൃപ ശക്തമായി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് വലിയ മനസ്സിലൊന്നും സ്വർഗം അങ്ങനെ ചെയ്യുന്നത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോട് അനുഗ്രഹീത വലിയ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിലവിൽ നിൽക്കുക ഒരവസരം കൂടെ ഭൂമിയിൽ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. കർത്താവിന്റെ മേശ നമ്മുടെ നടുവിലായിരിക്കുമ്പോൾ ഇത് മൂന്നുവിധ സത്യങ്ങളെ ഒരുപോലെ വിളിച്ചു പറഞ്ഞ ഒന്ന്, കർത്താവ് വീണ്ടും വരുമെന്ന് ഏറ്റവും പ്രാധാന്യമായി വിളിച്ചു പറഞ്ഞു. നാം കാത്തുകൊണ്ടിരിക്കുന്ന നോക്കി പാർക്കുന്ന ഒരേ ഒരു കാര്യം, അവന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നു. ഈ മേശ ഇവിടിരിക്കുന്ന കാരണത്താൽ ഞാനും നിങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു, യേശു ഇതുവരെ വന്നിട്ടില്ല. ആമേൻ. യേശു ഇതുവരെ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, യേശു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 26-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് താൻ കൂടെയായിരുന്ന സ്ഥാനത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു. വായിക്കാം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിനർത്ഥം യേശു പറഞ്ഞു, ഞാനിപ്പോ പോവും. വിട്ടുപിരിഞ്ഞു. യേശു വിട്ടുപിരിഞ്ഞു. സ്വർഗത്തിൽ പിതാവിന്റെ കൂടെ ആയിരിക്കുന്ന കർത്താവ് മടങ്ങി വരും. തന്റെ വൃതന്മാരെ ചേർക്കാൻ കർത്താവ് കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇനി ഇരിക്കുന്ന സമയത്തോളം മുന്തിരി വള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കത്തില്ല എന്ന ഉറപ്പ് പറഞ്ഞ ദൈവം വാക്കുമാറ്റി പറയാത്തവനായിരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം പറഞ്ഞു, സ്തോത്രം, ഞാൻ വരുമ്പോൾ ഈ മേശ മാറ്റപ്പെടും. ഈ മേശ മാറ്റപ്പെട്ട് അവന്റെ കയ്യാൽ പ്രാപിക്കാൻ ദൈവം നമ്മളെ ഒരുക്കും. സ്തോത്രം. കടന്നുപോയ കാര്യം ഇത് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കും. ഇവിടെ വരുമ്പോൾ സ്തോത്രം, വേദപുസ്തക അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ഈ മേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു? കർത്താവ് മരിച്ചത് കൊണ്ട് എനിക്കെന്താ പ്രയോജനം? കർത്താവ് എന്തിനു വേണ്ടി ഈ ത്യാഗം ഏറ്റെടുത്തു? ഒറ്റ ചോദ്യമല്ല, പലവിധ ചോദ്യങ്ങൾ ഈ മേശ ചൂണ്ടിക്കൊണ്ട് യേശുവിന്റെ മരണത്തിന് സ്തോത്രം സാക്ഷ്യം നിർത്തി സംസാരിക്കാൻ പറ്റും. എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം ഞാനാണെന്ന് പറയാം ഇന്ന് പകൽ മനസ്സുള്ളവർ സ്തോത്രം പറഞ്ഞാൽ. അപ്പേ യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടി. യേശു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് എനിക്ക് വേണ്ടി. തേജസ് വാരി കോരി ഉടുത്തവൻ തേജസ് മാറ്റി വെച്ചിട്ട് സാധാരണ മനുഷ്യനായി ഇറങ്ങിയത് എന്തിനു വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. യേശു ജനിക്കുന്ന മുമ്പ് യേശു എങ്ങനെ ജനിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മരിക്കും, എങ്ങനെ തകരപ്പെടും, എങ്ങനെയൊക്കെ യേശുവിന്റെ മരണശിക്ഷകൾ സ്തോത്രം ഭൂമിയിൽ നടപ്പിലാകുമെന്നുള്ളത് വളരെ വ്യക്തമായി പിതാവാം ദൈവം വിളിച്ചു പറഞ്ഞു. ഈ വിളിച്ചു പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷമാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഞാനോ നിങ്ങളോ ആണെങ്കിൽ സ്തോത്രം എന്തോ പറയുന്ന അറിയാമോ? ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞു, ഇനിയും ആ ഒരു കടമ്പയിലേക്ക് എന്നെ കടത്തിവിടല്ലേ എന്ന് പറഞ്ഞ് പിന്മാറാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തു പിന്മാറുകയല്ല ചെയ്തത്. യേശു ആ വലിയ ത്യാഗ മനസ്സ് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, പിതാവേ നിന്റെ ഇഷ്ടം ഞാൻ തകരപ്പെടാനാണെങ്കിൽ, പിതാവേ നിന്റെ ഇഷ്ടം സ്തോത്രം ഞാൻ മൂലം ഈ ജനം വിടുവിക്കപ്പെടാനാണെങ്കിൽ, പിതാവേ നിന്റെ ഇഷ്ടം എന്റെ രക്തക്കറ കൊണ്ട് പാപമോചനം നടക്കണമെന്നാണെങ്കിൽ ഇതാ ഞാൻ തയ്യാറാ. കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ ഓർക്കുക, മരണത്തെ പ്രസ്താവിക്കുന്ന സ്തോത്രം ഈ കർത്താവിന്റെ മേശ ഇവിടെ നിൽക്കുമ്പോൾ മരണത്തെ പ്രസ്താവിക്കുന്ന മറ്റൊരു സ്തോത്രം ഒരു കാര്യം കൊണ്ടുണ്ട്, സ്നാനം. ഈ മേശയിലേക്ക് ഒരു വ്യക്തി കടന്നു വരണമെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. സ്നാനപ്പെട്ടത് കൊണ്ട് കാര്യമായില്ല. കർത്താവിന്റെ മേശ സ്വയം പരിശോധിക്കാത്ത ഏറ്റെടുത്തുകൊണ്ട് കാര്യമായില്ല.
യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അവനോട് മരണ പുനരുത്ഥാന പങ്കാളിത്തം വഹിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമുക്കറിയാവുന്ന വാക്യമാണ്, സ്തോത്രം, അറിയാവുന്ന അധ്യായം ഇങ്ങനെ പറയുന്നു, സ്തോത്ര, സ്നാനപ്പെട്ട മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. സ്നാനം പെട്ടത് കൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കരുത്. സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കരുത്. കൊർന്നേലിയോസിന്റെ വീട്ടിൽ യേശുക്രിസ്തുവിന്റെ വചനം ആധികാരികമായ പത്രോസും ദൈവം പറയുമ്പോൾ കേൾക്കപ്പെട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, രോഗശാന്തികൾ നടന്നു, ദുരാത്മാക്കൾ അഴിഞ്ഞുപോയി. പത്രോസ് വിളിച്ചു പറയുകയാ, ഇവരെ സ്നാനം കഴിപ്പിക്കാതിരിക്കാൻ ഏത് വെള്ളം വല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സത്യമാണ്, സ്നാനം അത്യാവശ്യം. അടുത്ത ചോദിച്ചാൽ സ്നാനപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാണെങ്കിൽ സ്തോത്രം, പ്രൈസലോ. വേദപുസ്തകം പറയുന്നു, പ്രൈസലോ, സ്വർഗത്തിന്റെ അംഗീകാരം നിന്റെ മേൽ വരികയാണ്. ദൈവത്തിന്റെ അംഗീകാരം ലഭിച്ച ഒരു ദൈവമേതൽ ഒരു കാര്യം ഓർത്തോണം, സ്നാനപ്പെട്ട ഒരു ദൈവമേതൽ ഓർത്തോണം, സ്തോത്രം, സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വിചാരിക്കരുത്. സ്നാനപ്പെട്ടത് കൊണ്ട് ഞാൻ പറ്റത്തില്ല, വിശുദ്ധ ജീവിതം നയിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാവുന്നു? സ്നാനപ്പെട്ടവൻ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വേദപുസ്തക പശ്ചാത്തലം പിടിച്ചു പറയുന്നു. സ്നാനപ്പെട്ടവരിലും മിക്കവരിലും ദൈവം പ്രസാദിക്കാതിരിക്കുമ്പോൾ ദൈവം പ്രസാദിക്കണമെങ്കിൽ സ്നാനപ്പെട്ടവൻ പിറുപിറുപ്പ് കൂടാതെ, മത്സരബുദ്ധി കൂടാതെ, ദൈവത്തിന് നിഷേധത്തരം പറയാതെ, ദൈവത്തെ ബഹുമാനിച്ചു മുന്നേറുവാരുടെ കാരണം. എപ്പോഴെങ്കിലും ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിഷേധം കാണിച്ചത് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, മോശയോടും മോശയുടെ കൂടെ നിൽക്കുന്ന ആഹരോനുമെതിരായി അവർ സംസാരിച്ചു, പിറുപിറുത്തു. ദൈവത്തെ മാത്രമല്ല, ദൈവത്തിന്റെ നടത്തിപ്പിന് ചോദ്യമായി. അപ്പൊ ദൈവമക്കൾ ദൈവസഭയിലായിരിക്കുമ്പോൾ സ്നാനപ്പെട്ടവർ വീട് പോകാതിരിപ്പാൻ അടക്കത്തോടും ഭയത്തോടും കൂടി വേണം. ഓരോ ചെവിടും പ്രചലോ. ഇനി സ്നാനപ്പെട്ട ദൈവമക്കളോട് കാര്യം പറയാം, സ്തോത്രം. സ്നാനപ്പെട്ട 2 ദൈവമക്കൾ കൂടുമ്പോൾ 3ാമത് സ്തോത്രം, ഒരു വിശ്വാസിക്ക് നീ പാരയാകരുത്. തോന്നലുകൾ പലപ്പോഴും തെറ്റായി നീ വിളിച്ചു പറഞ്ഞത്, തോന്നലുകൾ തെറ്റായി വിളിച്ചു പറഞ്ഞാൽ അവസാനം ന്യായവിധി നിന്റെ ഗ്രഹത്തിനകത്ത് ഒരുപോലെ പതിച്ചു വീഴുമ്പോൾ നീ പിന്നത്തെ നിൽക്കുന്നത്, ഞാൻ ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് അതെന്റെ വീട്ടിൽ തന്നെ നടക്കേണ്ടി വന്നല്ലോ എന്ന് പറയാതിരിക്കാൻ സ്തോത്രം. നീ സ്തോത്രം, തോന്നലുകൾ ഒന്നും അനാവശ്യമായി വിളിച്ചു പറയില്ലേ. ഞാൻ പറഞ്ഞു തരാം, എന്റെ കൂടെ നിൽക്കുന്ന 5 പേർക്ക് ക്രിസ്തുവിന്റെ അതേ ഭാവം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ 5 വിധത്തിൽ വളർത്തപ്പെട്ട സാഹചര്യത്തിൽ ഉയർത്തപ്പെട്ട വ്യക്തിത്വമായിരിക്കുന്ന മനുഷ്യന് 5 വിധ ചിന്താഗതികളായിരിക്കും ഉണ്ടാകുന്നത്. എന്റെ കൂടെ നിങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് സ്തോത്രം, ചിലതിന് ഉയർച്ച കാണും, ചിലതിന് താഴ്ച കാണും, ചിലതിന് ചിന്താഗതിയിൽ വ്യത്യാസം കാണും. സ്തോത്രം, ചിലർക്ക് സാമ്പാർ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് സാമ്പാറിന്റെ കൂടെ മോരൊഴിക്കുന്ന ഇഷ്ടമായിരിക്കാം, ചിലര് സ്തോത്രം മോര് മാത്രം കൊടുത്ത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ചോറിനകത്ത് അച്ചാർ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. നമ്മൾ അത് കണ്ടിട്ട് പറയാം, സ്തോത്രം, ഇവൻ എന്തിന് കൊള്ളാം, പ്രൈസലോ, സാമ്പാർ കഴിക്കാത്ത ഇവന് എന്തിന് കൊള്ളാമെന്ന് പറഞ്ഞ് വിലക്കേണ്ട ആവശ്യമില്ല. അത് വളർത്ത് സാഹചര്യത്തിൽപ്പെട്ടതാ. സ്തോത്രം, അതും വിശുദ്ധ ജീവിതമായിട്ട് ബന്ധമില്ല. വിശുദ്ധ ജീവിതത്തിനകത്തുള്ള പ്രത്യേകത, ഒരു മനുഷ്യന്റെ ഓരോ ചുവടുകളും കാണുന്ന ദൈവമുണ്ട്. എവിടെങ്കിലും ഒന്ന് പിഴച്ചാൽ തിരുത്താനുള്ളത് ദൈവമാണ്. ദാവീദിന് പാപബോധം വന്നപ്പോൾ സിംഹാസനത്തിന് ദാവീദിനെ വലിച്ചു കീറി എടുത്ത് പുറത്തു കളയല്ലേ ചെയ്തത്. ദാവീദ് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലെന്ന് ദാവീദ് നെടുമ്പാട് നിലവിളിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നെടുമ്പാട് വീട് കരയുമ്പോൾ സ്വർഗ്ഗവനെ തള്ളിക്കളയില്ലെന്ന് മറിച്ച വീണ്ടും രാജസ്ഥാനം കൊടുത്ത് അവനെ ആദരിച്ചെങ്കിൽ വിളിക്കുന്ന ദൈവത്തിലെ കർത്താവിന്റെ മേശയുടെ നടുവിൽ നീ വരുമ്പോൾ നിന്റെ ജീവിതത്തിനകത്തുള്ള കുറവശങ്ങളെ തിരുത്തുവാൻ ഒരു അവസരം ദൈവം തരികയാ. അപ്പന്റെ വീട്ടിൽ ഇറങ്ങിപ്പോയിരിക്കുന്ന അപ്പന്റെ ഇളയ പൈതൽ പാപം ചെയ്തു, പാപത്തിന് അടിമയായി. ദൈവം പറഞ്ഞു, പാപബോധം വന്നപ്പോൾ, സുബോധം വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവത്തോടും സ്തോത്രം നിന്നോടും, അപ്പച്ച നിന്നോടും പാപം ചെയ്തു, നിന്റെ മകൻ വിളിക്കപ്പെടാൻ യോഗ്യനല്ല, ശരിയാണെന്ന് പറഞ്ഞ് ജ്യേഷ്ഠന്റെ കൂടെ നിന്ന് ജ്യേഷ്ഠൻ പറയുന്ന വാക്കുകൾക്കല്ല അപ്പം പറയുന്നത്. അപ്പം പറഞ്ഞു, ഇവൻ മരിച്ചവനായിരുന്നു, ഇവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അപ്പന്റെ വീട്ടിൽ മനസ്താപത്തോട് വരുന്ന, സമർപ്പണത്തോട് വരുന്ന, പാപബോധത്തോട് വരുന്ന, പാപമേറ്റു പറഞ്ഞു വരുന്ന ഒരു ദൈവമല്ലേ കരവും നീട്ടി സ്വർഗം സ്വീകരിക്കുന്നെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും തരങ്ങളിൽ കുറവ്
അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേശയുടെ മുമ്പിൽ ഒരവസരം ദൈവം തരികയാണ്. ഇനി ഇതിനോട് ഒരറിയിപ്പ് കൂടെ പറയാൻ പോലും, ഈ മേശയുടെ മുമ്പിൽ ഞാൻ തരുന്ന ഈ അറിയിപ്പ് പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മുമ്പിൽ പതിക്കുമ്പോൾ എന്റെ ശ്രദ്ധയിൽ നിങ്ങൾ സ്തോത്രം വെച്ചല്ലോ അതേ പാപം ആവർത്തിക്കുന്നത് കണ്ടാൽ അടുത്ത പ്രാവശ്യ കർത്തൃമേശയിൽ ഞാൻ നിങ്ങളെ പരസ്യമായി വരണം. ഒരവസരം പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളുടെ മുമ്പിൽ തരുന്നു. ഏത് കുറവിനെയും ക്ഷമിക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ പരിശുദ്ധാത്മാവിനെ ബോധ്യത്തോടെ വിളിച്ചു പറയട്ടെ, സ്തോത്രം, നിങ്ങൾ ചെയ്ത അതേ കുറവ്, അതേ തെറ്റ് ആവർത്തിക്കുന്നു എന്ന് കണ്ടാൽ അടുത്ത കർത്താവിന്റെ മേശയിൽ എന്റെ മുമ്പിൽ പരസ്യമായി നിങ്ങളുണ്ടെങ്കിൽ സ്തോത്രം, അത് രഹസ്യമായി ഞാൻ നിങ്ങളോട് പറയും സ്തോത്രം, അല്ലെങ്കിൽ അത് പരസ്യം പറയും സ്തോത്രം, കർത്തൃമേശ ഈ ആഴ്ച എടുക്കരുത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാതിരിക്കട്ടെ. സഹോദരന്മാരുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, സഹോദരന്മാരുടെ ഭാഗത്ത് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ. ഒരവസരം കർത്താവ് തരികയാണ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇത് മരണത്തെ പ്രസ്താവിക്കുന്നു. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്നാനപ്പെടാതിരിക്കുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ. ഒരു ഭാഗം മാത്രം വായിച്ച് അവിടെ വിടാൻ പോവുക. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം ഞാൻ പറഞ്ഞു വിടാൻ പോവുക. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 29-30 വാക്യം ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. പ്രീസലോ സ്തോത്രം. പരീശന്മാരും ചുങ്കക്കാരും കേട്ടിട്ട് ദൈവത്തിന്റെ ആലോചനയെ അവർ വൃഥാവാക്കി കളഞ്ഞു. സ്നാനം ദൈവത്തിന്റെ ആലോചനയാ. സ്നാനം ദൈവത്തിന്റെ ആലോചനയാ. പലരും ഇതിനെ വൃഥാവാക്കി കളയുമ്പോൾ ദൈവത്തിന്റെ ആലോചന നിഷേധിക്കുവാൻ മനുഷ്യന് സ്തോത്രം ഒരു വിധത്തിലും ദൈവം അനുവാദം വന്നിട്ടില്ല. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം പറയുന്നു, ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ ആലോചന പരീശന്മാര് ന്യായശാസ്ത്രിമാർ വൃഥാവാക്കി കളയുമ്പോ ചുങ്കക്കാരും പാപികളും അതേറ്റെടുത്ത് സ്വർഗീയ നീതി പ്രാപിക്കുകയാ. ഇന്ന് പകൽ ദൈവനീതി സ്വർഗം നമുക്ക് തന്നോർത്ത് കരം പറ്റി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്നാനം വളരെ അത്യാവശ്യമായിരിക്കുന്നു. നമുക്കറിയാം, സ്നാനം ഒരാൾ വിശ്വസിച്ച ശേഷം ആണ് സ്നാനപ്പെടുന്നത്. എന്തിനാ സ്നാനം? സ്തോത്രം. ഞാൻ കർത്താവിനോട് കുഴിച്ചിടപ്പെടുക, കർത്താവിനോട് ഉയർത്തെഴുന്നേൽക്കപ്പെടുകയാണ്. കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതത്തിനകത്തെ ഏക ചിന്ത സ്തോത്രം ക്രിസ്തുവിനോട് ചേരുന്ന എന്റെ ഏക ചിന്ത ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണമെന്നാണ്. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നു? രണ്ടാമത് വളരെ വ്യക്തമായി വേദപുസ്തകം വിളിച്ചു പറഞ്ഞു, ഈ മേശയെ കാണിക്കുന്ന സ്തോത്രം ഘടന കർത്താവിന്റെ തിരുമേശ തിരുശരീരത്തോടുള്ള ബന്ധത്തില്ല. തിരുശരീരത്തുള്ള ബന്ധത്തിൽ വേദപുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ ഈ മേശ പാസ്റ്റർ നിൽക്കുമ്പോൾ സ്തോത്രം, ഈ മേശയിലേക്ക് നിങ്ങൾ കടന്നു വരണമെങ്കിൽ യേശു തന്റെ വാമൊഴിയാൽ അവസാനമായി പറഞ്ഞു സ്തോത്രം, നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മേശയിലേക്കുള്ള പ്രവേശനമുണ്ട്. സ്വർഗത്തെ ആള് കൂടുന്ന പദ്ധതി അല്ല, സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ആള് കുറയുന്ന പദ്ധതിയാണ്. അരിപ്പ കൊണ്ട് അരിച്ച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 ് നിൽക്കുക. ഞാൻ തന്നെ കർത്താവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ സ്തോത്രം, വീണു പോകരുത്. കാരണം നരകത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നൊരു ഭാഗമുണ്ട്. ഇങ്ങനെ ചിന്തിക്കാം. നിരീശ്വരം അതിനകത്തുണ്ടാകുന്ന ഒരു ചോദ്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടേക്കാം. ക്രൈസ്തലോ നിരീശ്വരം അത് ചോദിക്കുന്ന ഒരു ചോദ്യം, തീക്കകത്ത് ചാവാത്ത വിഷയമുണ്ടോ? തീക്കകത്ത് ചാമ്പലാകത്ത് ക്ഷാരമാകാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന നരകത്തെ കുറിച്ചുള്ള വർണ്ണലിൽ വിളിച്ചു പറയുക. സ്തോത്രം. കെടാത്ത തീ, ചാവാത്ത പുഴു നരകത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞ തീക്കകത്ത് സ്തോത്രം തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിനകത്ത് ജീവനോട് നിൽക്കുന്ന പുഴുവിനെ കുറിച്ച് നരകത്തിന്റെ വർണ്ണനെ വിളിച്ചു പറയുമ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ വൈതലെ എത്ര ശോചനീയ അവസ്ഥയായിരിക്കും അവിടെ വീഴുന്നവന്റെ ഗതി. അതുകൊണ്ട് അവിടെ വീഴാതിരിപ്പാൻ ഞാനും നിങ്ങളും കർത്താവിലാലാമോളം ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് മുന്നേറുവാൻ ദൈവ സാവകാശം തരട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൈതലേ സ്തോത്രം,
കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ സ്നാനപ്പെടണം. സ്നാനം വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. എന്തിനാ ഞാൻ സ്നാനപ്പെടണം? കർത്താവിനോട് ചേരാൻ സ്നാനപ്പെടണം. കർത്താവിനോട് ചേരാൻ സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നാൽ എനിക്ക് എന്ത് ഗുണം കിട്ടും? ഞാൻ പറയാം, സ്വർഗം നിന്നെ അംഗീകരിക്കും. പൗലോസിന്റെ വീട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരൊക്കെ തലപ്പോൾ പൗലോസ് പറഞ്ഞു, എന്റെ പൗരത്വം വീട്ടിലെ രജിസ്റ്റർ ചെയ്ത് വെട്ടി, സ്തോത്രം യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള രജിസ്റ്റർ ചെയ്ത് വെട്ടി, സ്തോത്രം യെരൂശലേം ദേവാലയത്തിലപ്പോ എന്റെ പേരില്ല, എന്നെ സ്തോത്രം തക്കം പറഞ്ഞ കൊല്ലം ഒക്കെ ഇരിക്കുക. പക്ഷെ താൻ വിളിച്ചു പറയുക, എനിക്കൊരു പൗരത്വം സ്വർഗത്തിലുണ്ട്. സ്വർഗ പൗരത്വം ലഭിച്ച ദൈവമക്കൾ വിശുദ്ധകരമുയർത്തി, വിശുദ്ധകരമുയർത്തി, വിശുദ്ധകരമുയർത്തി സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, ഞാൻ അവിടെ കൂടെ തൊട്ട് എന്നിട്ട് വായിച്ചാൽ മതി. സ്തോത്രം, പ്രൈസലോ. ദൈവത്തിന്റെ വചനം പറയുന്നു ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 22. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കർത്താവിന്റെ മേശയുടെ അതിപ്രധാനമായ ഗൗരവം, അവൻ അപ്പമെടുത്തു വാഴ്ത്തി സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എന്താ ഈ അപ്പത്തിന്റെ പ്രത്യേകത? സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 51 ഉള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്ന ഓരോരുത്തരിലും നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ശ്രദ്ധിക്കുക, യേശു തന്റെ പരസ്യമായ ശുശ്രൂഷ പറഞ്ഞു, ഞാനാവുന്നു ജീവന്റെ അപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും അവർ മന്ന തിന്നിട്ടും ജീവിച്ച നല്ല തിരുവചനം പറയുന്നത്, മന്ന തിന്നിട്ടും അവർ മരിച്ചു. ഇതോ എന്നെ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. യേശു ക്രിസ്തു പറഞ്ഞു, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കുന്നു. എടുത്തും വലത്തും ഇരിക്കുന്ന ദൈവത്തിനോട് പറ, ഈ അപ്പം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വസിച്ചാൽ നീ എന്നേക്കും ജീവിക്കുവാനിടയാക്കിലും നിത്യത വരെയുമുള്ള യാത്രയിൽ നിത്യതയിൽ ജീവനോടെ യേശുവിനെ ആരാധിപ്പാൻ യേശു നിന്നെ ക്ഷണിക്കുകയാണ്. വാക്യം വായിച്ചു നിർത്തുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. സ്വോത്രം പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മന്ന കഴിച്ചു മരുഭൂമിയിൽ പട്ടുപോയി, എന്നാൽ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്നത് എന്റെ മാംസം തന്നെ. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്നിട്ട് വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായി 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു നിർത്തി, അയോഗ്യമായ അപ്പം തിന്നുകയോ. പുസ്തകം പറയുക, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ആധികാരികമായി എഴുതി വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറയുക, അയോഗ്യമായി അപ്പം തിന്നുകയോ. അയോഗ്യമായി എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാതെ ഈ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ എല്ലാം കർത്താവിന്റെ ശരീരം സംബന്ധിച്ച കുറ്റക്കാരനാകും. ശ്രദ്ധിക്കുക, നിങ്ങൾ കുറ്റക്കാരനായി ഇവിടെ 2 വിധ വ്യത്യസ്തമായ 2 വിധ സാധനം ഇതിവിടെ. ഒന്ന്, സ്തോത്രം, കർത്താവിന്റെ ശരീരത്തെ പ്രതിനിധിക്കുന്ന അപ്പം. 2, യേശുവിന്റെ രക്തത്തെ പ്രതിനിധിക്കുന്ന വീഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് അയോഗ്യമായിട്ട് ഞാനോ നിങ്ങളോ ഭക്ഷിച്ചാൽ, നിങ്ങൾ സ്വയം സമർപ്പിക്കാതെ, സ്വയം തീരുമാനിക്കാതെ, സ്വയം കമ്മിറ്റ് ചെയ്യാതെ ഇത് എടുത്താൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ കുറ്റക്കാരായിത്തീരും. ഈ മേശ സ്വയം പരിശോധിക്കുന്ന സ്ഥലം. എത്ര പേരോട് ചേർന്ന് പറയും, ഈ മേശയുടെ മുമ്പായി വരുമ്പോൾ ഞാൻ എന്നെ അകത്താണ് ഭാഗപ്പാട് എക്സാം ചെയ്യുക, സെൽഫ് എക്സാമിനേഷൻ നടക്കുക, എന്നെ തന്നെ ഞാനൊന്ന് പരിശോധിക്കുകയും
ഞാൻ പറയാം, പരിശോധിക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ കുറവുകൾ ഏറ്റു പറഞ്ഞ് സ്വർഗത്തിലെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയണം, അപ്പാ ഞാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, നിന്റെ മകളെന്ന് വിളിക്കപ്പെടുവാൻ എനിക്കൊരു യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അംഗീകാരം വീഴുക. എന്നാൽ ശ്രദ്ധിക്കണേ, ഞാൻ ഒന്നോട് പറയുന്നു, അംഗീകാരം വീഴുക. എന്നാൽ നിങ്ങൾ ചെയ്ത തെറ്റ്, അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്റെ വായിൽ നിന്ന്, നിന്റെ പ്രവൃത്തിയിൽ നിന്ന്, നിന്റെ ചിന്തയിൽ നിന്ന്, നിന്റെ ബുദ്ധിയിൽ നിന്ന്, നിന്റെ കൊടുക്കുവാനിൽ നിന്ന്, നിന്റെ നടപ്പിൽ, ഇടപ്പിൽ, വ്യക്തികളുള്ള ബന്ധത്തിൽ, വിശ്വാസി തമ്മിലുള്ള ബന്ധത്തിൽ, വിശ്വാസി കർത്തൃഭൃത്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തലങ്ങളിൽ എന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചെങ്കിൽ എന്നോട് ഇന്ന് പകൽ പരസ്യമാണ് യേശു കർത്താവ് ക്ഷമിക്കാനാക്കി സെൽഫ് എക്സാമിനേഷൻ നടക്കുന്നു. ഇന്ന് പകൽ ഇതയോഗ്യമായി തിന്നാതിരിക്കേണ്ടത്. ഓ കർത്താവിന്റെ ശരീരം സംബന്ധിച്ച്, രക്തം സംബന്ധിച്ച് ഞാൻ കുറ്റക്കാരനാകാതിരിക്കേണ്ടത്. എന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് ബോധ്യമായി വരുന്നു കർത്താവിന്റെ ജ്യോതി കുറവുണ്ട്. സ്തോത്രം. ആ ചുങ്കക്കാരൻ മാറത്തടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കാൻ കഴിയാ. വേദപുസ്തകം പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ. ആ ചുങ്കക്കാരൻ മാറത്തടിച്ച് എന്തിനാണെന്നറിയാമോ? അവൻ പറഞ്ഞു, ഞാൻ സാക്ഷനായി വിധിക്കാത്ത തറപ്പെടുന്ന മനുഷ്യനാണ്. സ്വർഗത്തെ പോലും നോക്കാൻ യോഗ്യതയില്ലാത്തവനാണ്. യേശു പറഞ്ഞു, അവന് നീതി ലഭിച്ചു. ഇന്ന് പകൽ യേശുയുടെ മുമ്പിൽ സെൽഫ് എക്സാമിനേഷൻ നടക്കുമ്പോൾ കുറവുകളെ പരിശോധിച്ചു. ഇന്ന് പകൽ യേശു മുമ്പിൽ ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു, കുഞ്ഞെ ഞാൻ വരുമ്പോൾ നിനക്ക് അവസരമുണ്ട്. നീ വീണ്ടും വീണ്ടും പാപം ചെയ്യണമെന്നല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പാപപരികടത്തെ കൃപ അത്യന്തമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞാൽ പാപം ചെയ്യണമെന്നോ? ഒരു നാളും അരുത്. ഇന്ന് പകൽ ഒരവസരം തരുന്നു. ഈ മേശയുടെ മുമ്പിൽ സ്വയം സമർപ്പിക്കുവാൻ ഒരവസരം തരുന്നു. വേദപുസ്തകം പറഞ്ഞു, സ്തോത്രം, നീ അയോഗ്യമായി ഭക്ഷിച്ചാൽ ന്യായവിധിക്ക് അകത്തകപ്പെട്ടു പോകും. അത് വരാതിരിക്കാൻ സ്വയം ഒന്ന് സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെല്ലാവരും വിശുദ്ധ കരങ്ങളെ മേശയുടെ നേരെ ഉയർത്തുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞ ഏതെങ്കിലും ഭാഗത്ത് കുറവുണ്ട് എന്നോട് ക്ഷമിക്കാം. ആ ക്രൂശിന്റെ നടുവിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കോമളത്വമില്ലാത്ത ശരീരം മുഴുവൻ ചാല് പോലെ കീറി 3 ആണിമേൽ തൂങ്ങി മുൾക്കിരീടം ധരിച്ചു അർത്ഥനഗ്നനായി നിൽക്കുകയാണ്. 2 കള്ളന്മാരുടെ നടുവിൽ തകർക്കപ്പെട്ടവനായി യേശു കിടക്കുന്നു. യേശുവിന് ആരോടും ഒരു പരാതിയില്ല. യേശു പറയുക, ഇവർ ചെയ്യുന്നതെന്നറിയാകിയാൽ ഈശ്വരോട് ക്ഷമിക്കണം. ക്രൂശിന്റെ സ്നേഹം അതാണ്. ഇന്നും പകൽ ഞാൻ തകർക്കപ്പെട്ടു, ശരിയാ, ഞാൻ ഉണഞ്ഞു, ശരിയാ, എന്നാൽ ഇവരോട് ക്ഷമിക്കണേ കർത്താവേ. ഇന്നും പകൽ ആ സ്നേഹത്തിന്റെ നടുവിലേക്ക് യേശുക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തു ഇവരെ ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം ഇതിലെ ശ്രദ്ധിക്കുക. യേശു ഒരു വാക്ക് പറഞ്ഞാൽ സ്തോത്രം 1 അല്ല 2 അല്ല 3 അല്ല 1000 ലെഗ്യോന്മാർ ഇറങ്ങുമായിരുന്നു. എന്നാൽ യേശു ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു? ഞാൻ പറയാം, എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. യേശുവിന്റെ സുവിശേഷം കേരളക്കരയിൽ വരുവാൻ കർത്താവിന്റെ സ്തോത്രം തെരഞ്ഞെടുപ്പുള്ള തോമസ് ലീഗ ഇവിടെ വരുവാൻ കാരണം എന്റെ യേശു തകർക്കപ്പെട്ടതാണ്. ഇന്ന് പകൽ ആ കാൽവറിയിലേക്ക് നോക്കിയേ. അവന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം തോളിലേക്ക് അവന്റെ തല ചായ്ച്ചുകൊണ്ട് എന്റെ പിതാവേ എന്ന് പറഞ്ഞവൻ പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പ്രാണൻ ആർക്കും പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. പിതാവിന് പോലും സ്വയം പിടിച്ചു വാങ്ങാൻ കഴിയത്തില്ല. യേശു സ്വയമായി സമർപ്പിക്കപ്പെടുകയാണ്. എന്റെ പിതാവേ, എന്റെ പ്രാണനെ സുരക്ഷിതമായ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കപ്പെടുകയാണ്. ഇന്ന് പകലെ ശുദ്ധത്തോളം ചെയ്ത് എനിക്ക് വേണ്ടിയാണ്. അവൻ പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവത്തെ ചെയ്തവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഇന്ന് മകൻ ഏതെങ്കിലും തലകൾ കുറവുണ്ടെങ്കിൽ സമർപ്പിക്കുമോ? ഇന്ന് മകൾക്കെല്ലാം സമർപ്പിക്കുമോ? സമർപ്പിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് മകൽ സമർപ്പണത്തോടെ ആയിരിക്കുന്നവർക്കായി ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇന്ന് മകൽ നിങ്ങളുടെ കണ്ണുകളെ തുറന്നാട്ട്
യേശു തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പമെടുത്തു, സ്തോത്രം ചെയ്തു. എല്ലാവരും സ്തോത്രം പറഞ്ഞ വിശുദ്ധ കരങ്ങൾ ഈ അപ്പകഷ്ണങ്ങളിൽ ഉയർത്തപ്പെട്ടു നിൽക്കുമ്പോൾ 33 തിരുവയസ്സിൽ സ്വയമായി തൻ മരണത്തിനായി ഒരു കുറ്റമില്ലാതെ ഏൽപ്പിക്കപ്പെട്ടു. താൻ പറഞ്ഞു, മന്ന കഴിച്ച പിതാക്കന്മാർ മരുഭൂമിയിൽ പട്ടുപോയി, എന്നാൽ എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കേണ്ടതില്ല. ദൈവസഭയ്ക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം ചൊല്ലി എല്ലാവരും സ്തോത്രം പറഞ്ഞാൽ, എല്ലാവരും സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. അവർ പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, എന്റെ ശരീരമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും. കർത്താവിന്റെ വചനം അങ്ങനെ നിൽക്കുമ്പോൾ സമയത്തൊരുക്കം കൊണ്ട് വിളിച്ചു പറഞ്ഞേ സ്തോത്രം. അവിടെ തന്നെ അവനെ താഴെ കഴിഞ്ഞ ശേഷം പാനപാത്രം കരകളെടുത്ത് സ്തോത്രം ചൊല്ലി എല്ലാവരും സ്തോത്രം പറഞ്ഞാൽ, ഇതിൽ നിന്ന് വാങ്ങി കുടിപ്പി, ഇതെന്റെ രക്തമാകുന്നു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ വലിയൊരു രക്തമാണ്. ഇതിൽ നിന്ന് പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്നു. ഇന്ന് പകൽ യേശുവിന്റെ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്തോ സത്യാരാധന വെളിപ്പെട്ടവരിൽ പ്രാർത്ഥിച്ചാണ്, ശക്തമായി പ്രാർത്ഥിച്ചാണ്. തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ ജീവിതങ്ങളിന്റെ മധ്യ നിൽക്കുമ്പോൾ തന്നെ എന്ത് പകൽ പറഞ്ഞാലും യേശുവിന്റെ കാര്യം എന്റെ കർത്താവേ, അരുതാത്തൊരു വാക്ക്, അരുതാത്തൊരു പ്രവൃത്തി, അരുതാത്തൊരു ചിന്ത ഞാൻ സഭയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വിരോധമായിട്ട്, ദൈവഭക്തന്മാർക്ക് വിരോധമായിട്ട്, വിശ്വാസികൾ തമ്മിൽ സ്തോത്രം വിരോധമായിട്ട് മറ്റൊരു വിശ്വാസിയെ പഴിഞ്ഞായി ഞാൻ പറയത്തില്ല. കർത്താവേ, എന്നോട് ക്ഷമിക്കണം. ഇന്ന് പകൽ ജീവനുള്ള ദൈവത്തിന്റെ കരത്തലിക്ക് കരളെ കാത്തിട്ടാണ്. ഇന്ന് പകൽ കലം ഒരുമിലൂടെ കണ്ണിലടച്ച കർത്താവിന്റെ മേശയിൽ ഭക്ഷിപ്പാൻ യോഗ്യത സ്വയം പരിശോധിച്ചവർ, നിങ്ങൾ കുറവുകളേറ്റു പറഞ്ഞെങ്കിൽ തന്നെത്താൻ വിവേചിച്ച ശേഷം തിന്നുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം സംബന്ധിച്ച് നിങ്ങൾ രോഗിയാകത്തില്ല, ബലഹീനത വരത്തില്ല, നിങ്ങൾ നിദ്ര കൊള്ളത്തില്ല. യേശുവിന്റെ വരവിങ്കൽ സ്തോത്രം. നിദ്ര കൊണ്ട് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, ആദ്യം ഉയർക്കുമ്പോൾ പിന്നെ ജീവനൊഴിക്കുന്ന നാം ക്രിസ്തു രൂപാന്തരത്തിലേക്ക് വരുമെങ്കിൽ ആ ഗണത്തിൽ ഞാനും നിങ്ങളും കാണുമെന്ന് ഉറച്ച വിശ്വാസത്തോട് സമർപ്പണമുള്ള സെൽഫ് എക്സാമിനേഷൻ ചെയ്ത ദൈവമക്കളായിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ സ്വയം സമർപ്പിച്ച് തന്നെത്താൻ വിവേചിച്ചവർ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കറക്ഷൻ വരത്തില്ല, ഇനി ഞാൻ എന്നെ തിരുത്തും, എനിക്ക് ഈ അവസരം തന്ന ദൈവത്തിന് മുമ്പാകെ ഞാൻ മാന്യമായി ജീവിക്കുമെന്ന് തീരുമാനമുള്ളവർ ആയിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥനയോടെ ആ തീരുമാനമുള്ളവർ മാത്രം എഴുന്നേൽക്കാം. സ്നാനം നടത്തി ആരും എഴുന്നേൽക്കരുത്.